മസാല ബോണ്ട് കേസിലെ സ്റ്റേക്കെതിരെ ഇ ഡി അപ്പീൽ നൽകിയിട്ടുണ്ട്. ഫെമ ലംഘനത്തിന് എതിരായ തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞതിന് എതിരെയാണ് ഇപ്പോൾ അപ്പീൽ വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി കേന്ദ്ര അന്വേഷണ ഏജൻസി കോടതിയിലേക്ക് പോകുന്നത്. ബിനിൽ, എന്താണ് വിശദാംശങ്ങൾ? പ്രതീക്ഷ, കിഫ്ബിയുടെ മസാല ബോണ്ട് കേസിലെ എല്ലാ തുടർ നടപടികളും ഹൈക്കോടതി സ്റ്റേ ചെയ്ത ആ ഉത്തരവ് ഒന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപ്പീലുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ്. ഫെമ നിയമ ലംഘനം കണ്ടെത്തി മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി സിഇഒ കെ എം എബ്രഹാം അടക്കമുള്ളവർക്കെതിരെയാണ് ഫെമ നിയമലംഘനത്തിന് നടപടി ആരംഭിച്ചിരിക്കുന്നത് ഇ ഡി. അതിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കാരണം കാണിക്കൽ നോട്ടീസാണ് ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിലെ എല്ലാ നടപടികളും അടുത്ത 3 മാസത്തേക്ക് സിംഗിൾ ബെഞ്ച് തടഞ്ഞുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഹൈക്കോടതിയുടെ ആ ഉത്തരവ് പുറത്തു വന്നത്. അതിന് പിന്നാലെ ആ ഉത്തരവിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമീപിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട വാദം എന്നത് മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും അടക്കമുള്ളവർ ഈ വിധിയെ ഈ നടപടിയെ കാരണം കാണിക്കൽ നോട്ടീസിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർക്ക് എതിരെയുള്ള നടപടികൾ അടക്കം ഇതിലെ ഒരു സമ്പൂർണ്ണ ഇ ഡി ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരും.